നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂൺ മാസം 2-ാം തീയതി, 1200-ാം ആണ്ട് ഇടവ മാസം 19-ാം തീയതി തിങ്കളാഴ്ച. തിങ്കളാഴ്ചയാണ്, മകം നക്ഷത്രമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ശുഭദിനമാണ്. തിങ്കളാഴ്ച ചന്ദ്രൻ്റെ ദിവസമാണ്. അതുപോലെ തന്നെ ഇന്ന് മകൻ നക്ഷത്രമാണ്. ശുഭനക്ഷത്രവും ശുഭദിനവും ഒരുമിച്ച് വന്നിരിക്കുന്ന ദിവസമാണ്. പിന്നെ ഒരു ആഴ്ചയുടെ ആരംഭവുമാണ്. നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുന്ന ദിവസമാണ്, അവധിയൊക്കെ കഴിഞ്ഞ്. അപ്പം ഇന്ന് എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഇറങ്ങാം. കാരണം ഇന്നത്തെ ദിവസത്തെ മാക്സിമം യൂസ് ചെയ്യുക. കാരണം അനുകൂലപ്രദമായ ഒരു ദിവസമാണ്. സന്തോഷത്തിനും സമാധാനത്തിനും ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് വിജയം ഉണ്ടാവാനും അനുകൂലപ്രദമായ ദിവസമായതുകൊണ്ട് ഇന്ന് എന്ത് കാര്യത്തിനും അറച്ചു നിൽക്കാതെ മുന്നോട്ട് പോവുക. എല്ലാ ദിവസവും നമുക്കൊരാഴ്ചയിൽ ഇങ്ങനെ നല്ല ദിവസം കിട്ടില്ല. അപ്പോൾ കിട്ടുന്ന ദിവസത്തെ എന്തൊക്കെ കാര്യത്തിന് വിനിയോഗിക്കാമോ അന്ന് വിനിയോഗിക്കണം. ചിലപ്പോൾ നമുക്ക് നാളെ ഒരാളിനെ കാണണം എന്ന് വിചാരിക്കുന്നത് തന്നെ ഇന്ന് കാണാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങൾ കുറച്ച് അഡ്വാൻസ് ചെയ്ത് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ ഇടവ മാസത്തിലെ മകൻ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ അവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ ഭാഗ്യദായകമായി തീരും, അതിന് സംശയം വേണ്ട. ഐശ്വര്യപ്രദമായ ഒരു വർഷമാണ്. സാമ്പത്തിക കാര്യത്തിലാവട്ടെ എല്ലാ കാര്യങ്ങൾക്കും അനുകൂലപ്രദമായ സമയം. പ്രത്യേകിച്ച് ചന്ദ്രൻ, നമുക്ക് മകൻ നക്ഷത്രവും ആഴ്ച കിട്ടിയത് ചന്ദ്രനും കൂടി ആയതുകൊണ്ട് വീട് വെക്കാനോ വസ്തു മേടിക്കാനോ അതുപോലെ വാഹനം വാങ്ങാനോ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും സന്തോഷപ്രദമായ ഒരു വർഷമാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്നിടത്ത് നിന്ന് തന്നെ വേറെ സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനോ ഒക്കെ കൊള്ളാവുന്ന സമയം. 2-3 കാര്യങ്ങളാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒന്ന്, വീട് വെക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. വീട് മാറാൻ ശ്രമിക്കുന്നവർക്ക് നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു ദിവസം തന്നെയാണ്, നല്ലൊരു വർഷം തന്നെയാണ് നിങ്ങൾക്ക്. അതുപോലെ വിദേശ യാത്രയ്ക്ക് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകാനോ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് അല്ലെങ്കിൽ കുടുംബത്തെ ഗൾഫിലേക്ക് കൊണ്ടുവരാനോ ഒക്കെ ശ്രമിക്കുന്നവർക്കും അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് തിങ്കളാഴ്ച രാവുകാല സമയം നോക്കി വേണം. രാവിലെ ഓരോ ഇന്ന് നല്ല ദിവസമാണ്, ഓരോ ശുഭകാര്യങ്ങൾക്ക് പോകാൻ കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാവുകാല സമയം വരുന്നത് 7:40 തൊട്ട് രാവുകാല സമയം തുടങ്ങും. 9:14 വരെ രാവുകാല സമയം. അപ്പോൾ 7:30 തുടങ്ങില്ല, 7:40 തുടങ്ങുള്ളൂ, 9 തീരില്ല, 9:14 തീരുള്ളൂ. ഒന്നുകിൽ 7:40 മുമ്പോ 9:14 ശേഷമോ ശുഭ കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര തിരിക്കുക. അതുപോലെ യമകണ്ഠ കാലവും ഗുളികകാല സമയവും എല്ലാ ദിവസവും ദോഷപ്രദം തന്നെയാണ്. ഇന്ന് നമുക്ക് ഗുളികകാല സമയം വരുന്നത് 1:57 തൊട്ട് 3:31 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 10:48 തൊട്ട് 12:23 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും നല്ലതല്ല. ഇന്നും അഭിജിത്ത് മുഹൂർത്ത സമയമുണ്ട് 11:59 തൊട്ട് 12:47 വരെ. ഇപ്പോൾ ഇന്ന് ശുഭദിനമാണ്. മറ്റ് മുഹൂർത്തങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും അഭിജിത്ത് മുഹൂർത്തത്തിന് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ളതോ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഭാഗ്യദായകമായി തീരും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.